ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മുത്തശ്ശിയോട് കാര്യങ്ങളൊക്കെ തുറന്നു പറയുകയാണ് ഗംഗാധരൻ. ബാലേന്ദ്രൻ ഈ വിവരങ്ങളല്ലാതെ അറിഞ്ഞു എന്നറിഞ്ഞിട്ട് മുത്തശ്ശി ആകെ വിഷമിക്കുകയാണ്. അന്നേരം മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, ബാലേന്ദ്രൻ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു എന്നുള്ളത് വൈജയ്ക്ക് അറിയുമെന്ന് ചോദിക്കുകയാണ്. വൈജയ്ക്ക് ഇതുവരെ അറിയിച്ചിട്ടില്ല അമ്മേ. അങ്ങനെ അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അവളുടെ കുടുംബം തകരൂലേ. ബാലേന്ദ്രൻ ഇതൊരു ബോംബായിട്ട് കൊണ്ടു നടക്കാണ്. വൈജയന്തിയുടെ അഹങ്കാരവും സാമർഥ്യമൊക്കെ മൂർധന്യാവസ്ഥയിൽ എത്തുമ്പോഴേ ആ ബോംബ് ബാലേന്ദ്രൻ പൊട്ടിക്കുള്ളൂ. വൈജയന്തി ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈജയന്തിയുടെ മക്കളെ നഷ്ടപ്പെടും, കുടുംബം നഷ്ടപ്പെടും, ഭർത്താവ് നഷ്ടപ്പെടും. ചിലപ്പോൾ അവൾ സൂയിസൈഡ് ചെയ്യാനും മതി. അപ്പോൾ പിന്നെ അതറിയാതിരിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് എന്ന് പറയുകയാണ്. അതിന് വേണ്ടത് ബാലേന്ദ്രൻ്റെ ഭാര്യയായിട്ട് അവൾ മാറണം, കുറച്ച് താഴണം, ഒതുങ്ങണം. അലീനയെ ബാലേന്ദ്രൻ്റെ മകളായി സ്നേഹിച്ച് അംഗീകരിച്ച് സ്വന്തം മോളെ പോലെ സ്നേഹിച്ച് ജീവിക്കണം. അതാണ് അവൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയാണ്, മോനെ അവളുടെ സ്വഭാവം അനുസരിച്ച് അത് അവൾ ചെയ്യുമോ എന്ന് ചോദിക്കുകയാണ്. ഇല്ല, അതാണ് പറഞ്ഞത്. അവൾ ഇങ്ങോട്ട് അസുഖമൊക്കെ മാറി ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്ത് വരുമ്പോൾ അമ്മ അവൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കണം. പക്ഷേ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അവൾ അറിയരുത്. അമ്മയിൽ നിന്ന് ഒരു വിവരവും ചോർന്നു പോകരുത്. അങ്ങനെ ചോർന്നു പോയിട്ടുണ്ടെങ്കിൽ അത് വൈജയുടെ ജീവിതത്തെ തന്നെ ബാധിക്കും. അത് നന്നായിട്ട് അമ്മയ്ക്ക് ഓർമ്മ വേണമെന്ന് പറയുകയാണ്. അന്നേരം മുത്തശ്ശി പറയുകയാണ്, എനിക്ക് അറിയണ്ടായിരുന്നു മോനെ, എനിക്കിതൊന്നും അറിയണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പൊട്ടിക്കറിയാണ്. പിന്നെ കാണിക്കുന്നത് ശിവനും ഗംഗാധരനും രാജീവനും കൂടെ ഇരുന്ന് സംസാരിക്കുകയാണ്. അന്നേരം രാജീവൻ പറയുന്നുണ്ട്, ഗംഗേട്ടന് ഇപ്പോൾ തൽക്കാലം പോകേണ്ട കാര്യമില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ 2 ദിവസത്തിനുള്ളിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. പക്ഷേ വൈജരി ഈ അവസ്ഥ കാണുമ്പോൾ എനിക്ക് തിരിച്ചു പോകാനും പറ്റുന്നില്ല. അപ്പോൾ ഗംഗേട്ടൻ ഇപ്പോൾ തൽക്കാലം പോകണ്ട, അവിടെ പൂട്ടിയിട്ടിരിക്കല്ലേ എന്ന് പറയുകയാണ്. അപ്പോൾ ഞാൻ ചെന്നിട്ട് വേണം പൂനെയിൽ നിന്ന് ശിവഗിരിയിലേക്ക് മാലതിക്ക് വരാനായിട്ട്. വീട് പൂട്ടിയിട്ടിട്ട് പോന്നിട്ട് എത്ര കാലമായി. അതൊന്നും കുഴപ്പമില്ല ഗംഗേട്ടാ, അവിടെ ആൾക്കാരില്ലേ നനയ്ക്കാനും പിടിക്കാനൊക്കെ, മെയ്ഡുകളില്ലേ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അപ്പോൾ പക്ഷെ അതുപോലെയാണോ ഞങ്ങളുടെ കാര്യം? ഞങ്ങൾ തിരിച്ചു ചെന്നില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജോലി നഷ്ടപ്പെടും. ഗംഗേട്ടൻ റിട്ടയർമെൻറ്റ് ലൈഫല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഗംഗാധരൻ പറയുകയാണ്, ശരിയാണ്, നിങ്ങളുടെ ജോലി കളയാനൊന്നും ഞാൻ പറയുന്നില്ല, എന്നാലും ഇതൊന്ന് നേരെയാക്കട്ടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശിവൻ പറയാണ്, ഗംഗേട്ടൻ എന്തായാലും ഈ വൈദ്യരുടെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കി അവരുടെ ലൈഫ് ഒന്ന് സ്മൂത്താക്കിയതിന് ശേഷം മാത്രം പോയാൽ മതി, അല്ലാതെ നമ്മൾക്ക് ഇത് ടെറിഞ്ഞു പോകാൻ പറ്റൂല എന്ന് പറയുകയാണ്. അന്നേരം ഗംഗാധരൻ പറയുന്നുണ്ട്, ശരിയാണ് നിങ്ങൾ പറയുന്നത്. അപ്പോൾ രാജീവനും അങ്ങനെ പറയുകയാണ്. ആ സമയത്ത് നമ്മുടെ കമല വരികയാണ് കേട്ടോ. കമല വരുമ്പോൾ ഗംഗേട്ടൻ്റെ കൈമൽ ഇങ്ങനെ തട്ടാണ്, കമല വരുന്നുണ്ട് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട്. അന്നേരം കമല ഓടി വന്നിട്ട് പറയുകയാണ്, അതെ നിങ്ങൾ സംസാരിച്ചോ, ഞാൻ ശിവേട്ടനോടൊരു കാര്യം ചോദിക്കാമെന്നാണെന്ന് പറയട്ടോ. എന്താണെന്ന് ചോദിക്കും ശിവൻ. അല്ല, ബാലേന്ദ്രനായിട്ട് നിങ്ങൾ ഒത്തുതീർപ്പായി എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ പിന്നെ എന്തിനാണ് ബാലേന്ദ്രൻ്റെ ആരാണ്ട് പിള്ളേരെ കൊണ്ടുവന്ന് ഇവിടെ ചെലവിന് കൊടുക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അതൊട്ടും ശിവൻ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അപ്പോൾ ശിവൻ പറയും, എനിക്കൊരു വഴിപാടുണ്ടായിരുന്നു, ബാലേന്ദ്രൻ്റെ മക്കൾ ഇവിടെ കൊണ്ടുവന്ന് 16 ദിവസം ചെലവിന് കൊടുക്കാമെന്ന്, എന്താ ആ വഴിപാട് നടത്തിക്കൂടെ എന്ന് ചോദിക്കുകയാണ്. അന്നേരം കമൽ പറയണം, അതൊക്കെ ശരി തന്നെ, പക്ഷേ ഇതിനൊക്കെ വെച്ചുണ്ടാക്കി കൊടുക്കേണ്ടത് ഞാനാണ് എന്ന് പറയും. അന്നേരം ശിവൻ പറയാണ്, അതെ നീ ഒരു കാര്യം ചെയ്യ്, അതൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ നേരെ പാലാ ബസ് സ്റ്റോപ്പിലേക്ക് പോകാം, അവിടെ നിന്ന് 10 മിനിറ്റ് ഇടവിട്ട് ബസ്സുണ്ട് രാമപുരത്തേക്ക്, അവിടേക്ക് പൊക്കോ, എന്നിട്ട് അവിടെ നിൻ്റെ അച്ഛൻ്റെ അമ്മരെയും കൂടെ ജീവിച്ചോ, അപ്പോൾ പിന്നെ നിനക്കിതൊന്നും നോക്കണ്ടല്ലോ, എന്താ ഞാൻ പറഞ്ഞതിൽ വല്ല തെറ്റുണ്ടോ എന്ന് ചോദിക്കാണ് കേട്ടോ. അന്നേരം കമലയ്ക്ക് ദേഷ്യം വരികയാണ് കേട്ടോ. കമല ദേഷ്യം വന്നിട്ട് ദേഷ്യത്തോടു കൂടിയിട്ട് ശിവൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് അവിടെ നിന്ന് പോകുകയാണ്. പോകുന്ന സമയത്ത് ശിവൻ വിളിച്ച് പറയാണ്, അതെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് പറയട്ടെ, ഈ ഫോണിലൊന്ന് വിളിച്ച് പറഞ്ഞാൽ മാത്രം മതി, ഫുഡ് ഇവിടെ 3 നേരത്തിന് എത്തും, അപ്പോഴാണ് അവളുടെ ഒരു ഞാൻ കാരനാണ് നടക്കുന്നത്, ഞാൻ കാരനാണ് ചെയ്യുന്നത് എന്നുള്ളൊരു നിലവിളി എന്ന് പറയാണ്. അപ്പോൾ രാജീവനും ഗംഗാധരനൊക്കെ ശിവൻ പറയുന്ന കാര്യങ്ങളൊക്കെ അങ്ങ് ബോധിക്കുകയാണ്. മാലതിയല്ല നമ്മുടെ കമലയാണെന്നുണ്ടെങ്കിൽ ദേഷ്യത്തോടു കൂടി പോവുകയാണ്. അപ്പോൾ രാജീവൻ ഗംഗാധരനോട് പറയാണ്, ശിവേട്ടൻ പഠിച്ചു കേട്ടോ എന്ന് പറയാണ്. അങ്ങനെ ശിവൻ ഇങ്ങനെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ വന്നിരിക്കട്ടെ. ശിവനും രാജീവനും ഗംഗാധരനും മുഖത്തോട് മുഖം നോക്കി ചിരിക്കുകയാണ്. കാരണം കമലയ്ക്ക് ഇട്ടൊന്ന് കൊടുക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു കൊട്ട് കിട്ടിയപ്പോൾ കമല മിണ്ടാതെ പോവുകയും ചെയ്തു. അങ്ങനെ അവർ വീണ്ടും സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഹരി, രോഹിത്, അതുപോലെ തന്നെ രഞ്ജു, ബബിത, ഇവർ 4 പേരും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ്. എന്നാലും നമ്മളെ വിഡ്ഢികളാക്കി കൊണ്ടിട്ടല്ലേ ഇവരിപ്പോൾ ഈ കോംപ്രമൈസിൽ എത്തിയിരിക്കുന്നത് എന്ന് പറയുകയാണ്. അപ്പോൾ രോഹിത് പറയുകയാണ്, ഇതെന്താ സംഭവിച്ചത്, അങ്ങനെ പെട്ടെന്ന് ശത്രുത മറന്ന് ഒന്നാവാൻ പറഞ്ഞാൽ എങ്ങനെയാണ് അത് ശരിയാവുക എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ
ബാബി പറയാണ് ഒറ്റ രാത്രി കൊണ്ട് എല്ലാം മറക്കാൻ പറഞ്ഞാൽ എങ്ങനെയാ മറക്കാം, എനിക്ക് അലീനയോടുള്ള ശത്രുത ഈ ജന്മത്ത് മാറൂല എന്ന് പറയുകയാണേ. അപ്പം ഹരി പറയണം ബാബി പറഞ്ഞത് കറക്റ്റാണ്, ഒറ്റ രാത്രി കൊണ്ടാണ് കാര്യങ്ങൾ മാറി മറന്നത്, ഇതിലെന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ രോഹിത് പറയും എന്ത് സംഭവിച്ചിട്ടുണ്ട് ശരിയാണ്, പക്ഷെ നമ്മളത് എന്ത് ചെയ്യും, നമ്മളത് കണ്ടുപിടിക്കണം എന്ന് പറയുകയാണേ. നമ്മളത് കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യാനാണ്, നമ്മളെ അച്ഛനമ്മനെ ശിക്ഷിക്കാൻ പറ്റുമോ, അച്ഛനമ്മമാരെ ശിക്ഷിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണേ. അതൊന്നുമല്ല, പക്ഷെ നമുക്ക് ചോദിക്കാമല്ലോ എന്ന് പറയുകയാണേ. അപ്പോൾ ബാബി പറയാൻ ഇനി ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്കെന്തായാലും അലീനയോടുള്ള ശത്രുത മറക്കാൻ പറ്റില്ല. അപ്പോൾ രഞ്ജു പറയണേ അതെ എനിക്ക് വനിതാ ഡിറ്റക്റ്റീവ് ഒന്നും ആവാൻ സമയമില്ല, ഞാൻ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ പോകുകയാണേ. പിന്നെ കാണിക്കുന്നത് ഷെറിൻ്റെ ഹസ്ബൻഡ് ടോണി വീട്ടിലേക്ക് തിരിച്ച് മടങ്ങി വരണം. അപ്പം അച്ഛൻ വന്ന് വഴക്ക് പറഞ്ഞിട്ട് നിനക്ക് വരുന്നില്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞോടേടാ, നീ ഇന്നലെ വരുമെന്ന് വിചാരിച്ച് കാത്തിരുന്നു, ഞാൻ മൂന്നാർ ഒരു ഫ്രണ്ടിനെ കാണാൻ പോയിരിക്കുകയെന്ന് വെച്ചാൽ അവിടെ ഭയങ്കര തണുപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവർ വിശേഷങ്ങളൊക്കെ പറയുകയാണേ. അപ്പോൾ അല്ലെങ്കിലും നിനക്ക് അങ്ങനെയാണല്ലോ, പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഉള്ളവർ ഓർമ്മയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ വരികയാണ്. അതിന് ശേഷം പിന്നീട് ടോണി അച്ഛൻ്റെ അടുത്തേക്ക് വരുമ്പോൾ പറയുന്നുണ്ട് പാലാരിവട്ടത്തിൽ നിനക്ക് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. പാലാരിവട്ടത്തിൽ എനിക്ക് അറിയാവുന്നവരുണ്ട്. അപ്പോൾ എനിക്കറിയാവുന്നവരല്ല. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് അതെ എനിക്കറിയാത്ത ഏതോ ഒരാൾ പാലാരിവട്ടത്തു നിന്ന് നിന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഒരു പെണ്ണാണ് വിളിച്ചത്. പെണ്ണോ? അച്ഛൻ പേര് ചോദിച്ചില്ലേന്ന് ചോദിക്കുകയാണ്. പേര് ഞാൻ ചോദിച്ചു, പക്ഷെ പേര് അവർ പറഞ്ഞില്ല എന്ന് പറയും. അപ്പോൾ പേര് പറയാത്ത ആൾക്കാർ പിന്നെ നമുക്ക് അപ്പോൾ തന്നെ അച്ഛന് ഫോൺ കട്ട് ചെയ്യുന്നില്ല, നിന്നായിട്ടൊരു ബിസിനസ് സംസാരിക്കാനാണെന്നാണ് പറഞ്ഞതെന്ന് പറയട്ടോ. ഇനിയിപ്പോൾ ഷെറിൻ്റെ ആരെങ്കിലും ആയിരിക്കുമോ, ഷെറിനുമായിട്ട് യോജിച്ച് പോകാൻ വേണ്ടിയിട്ട് ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയിട്ട് എന്ന് പറയും. അപ്പോൾ അമ്മ പറയുന്നുണ്ട് അവൾ ഈ വീടിനകത്ത് ഞാൻ കയറ്റൂല എന്ന് പറയുമ്പോൾ അങ്ങനെ കയറ്റാൻ വേണ്ടിയിട്ടല്ലല്ലോ അമ്മ ഞാൻ അവളെ തിരിച്ചു കൊണ്ടുവന്നിട്ടത്, അത് ഞാൻ ജീവിതത്തിലെടുത്ത ഏറ്റവും വലിയ തീരുമാനമാണെന്നൊക്കെ പറയും. അങ്ങനെ ടോണി ഉറങ്ങാൻ പോവാണ് കേട്ടോ, അത്യാവശ്യം മാത്രം വിളിച്ചാൽ മതി എന്നിട്ട്. ഈ സമയത്ത് മാമച്ചനും രേവതിക്കുട്ടിയും കൂടെ അവിടെ വരികയാണ്. എന്നിട്ട് പറയണം അങ്കിളിനോട് ഞാൻ പറഞ്ഞു തന്നതൊക്കെ ഓർമ്മയില്ലേ, കറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കണം കേട്ടോ, എനിക്കധികം സംസാരിക്കാൻ പറ്റില്ല, ഞാൻ അഹങ്കാരിയാണെന്ന് അവർ വിചാരിക്കും. അപ്പോൾ മാമച്ചൻ പറയുന്നത് അതിനെന്താ, അത് ശരിയല്ലേ, നീ അഹങ്കാരി തന്നെയല്ലേ ദേ അങ്കിളെ എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി ഇങ്ങനെ വന്ന് കോണിമ്പലൊക്കെ അടിക്കുകയാണ്. അപ്പോൾ ടോണിയുടെ അപ്പച്ചൻ വന്ന് വാതിൽ ഉറക്കാണ്. അപ്പോൾ ആരാ എവിടെ നിന്നാണ് വരുന്നതെന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് ദൂരം നിന്നാണ് വരുന്നത്, ഇങ്ങനെ അവരെ പരിചയപ്പെടുത്താണ്, ഞങ്ങൾക്ക് ടോണിനെ ഒന്ന് കാണണം, കണ്ടൊന്ന് സംസാരിക്കണം എന്ന് പറയുമ്പോൾ വായ അകത്തേക്ക് വായോ എന്ന് പറയുകയാണ്. അങ്ങനെ വൈഫിനെ വിളിക്കുകയാണ്. എടി ടോണി എന്തേന്ന് ചോദിക്കുകയാണ് കേട്ടോ. ടോണി ഉറങ്ങാൻ കിടക്കല്ലേ എന്ന് പറഞ്ഞിട്ട് അതെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം അവളെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ രേവതിക്കുട്ടി പറയും ഒരു അത്യാവശ്യ കാര്യം പറയാനാണ് ഞങ്ങൾ വന്നത് എന്ന് പറയും. അപ്പോഴേക്കും ടോണീനെ വിളിച്ചുകൊണ്ട് വരികയാണ്. അങ്ങനെ ടോണി വന്നിട്ട് വരിക നോക്കുകയാണെങ്കിൽ അപ്പോൾ അവർ പറയുന്നുണ്ട് പാലാരി വട്ടത്തുനിന്ന് വന്നതാണെന്ന് പറയുമ്പോൾ നിങ്ങളാണല്ലേ വിളിച്ചിരുന്നതെന്ന് ചോദിച്ചാൽ അതെ ഞങ്ങളാണ് വിളിച്ചത് എന്ന് പറയും. എനിക്ക് നിങ്ങളൊന്നും പരിചയമില്ലല്ലോ എന്ന് പറയുമ്പോൾ ഇങ്ങനെയൊക്കെയല്ലേ പരിചയപ്പെടാം, അയ്യോ അതിനൊന്നും കുഴപ്പമില്ല, എനിക്ക് ആൾക്കാരാരാണെന്ന് മനസ്സിലായില്ല എന്ന് പറയും കേട്ടോ. അന്നേരം ടോണിയുടെ അപ്പച്ചൻ ചോദിക്കുന്നത് അന്ന് ഫോണിൽ സംസാരിച്ചപ്പോൾ നിൻ്റെ ശബ്ദം പോലെയല്ലല്ലോ കേട്ടതെന്ന് രേവതിക്കുട്ടിയോട് പറയും. അയ്യോ അത് ഞാനല്ല സംസാരിച്ചത്, ആൻറ്റിയാണ് സംസാരിച്ചതെന്ന് പറയും. അപ്പോൾ ഞങ്ങൾക്ക് കോൺഫിഡൻഷ്യലായിട്ട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയുമ്പോൾ പറഞ്ഞോ എന്ന് പറയുമ്പോൾ രഹസ്യമായിട്ട് പറയണം, പേഴ്സണലായിട്ട് പറയാനുള്ളതാണെന്ന് പറയാം. ഇത് ഇവിടെ ഉള്ളത് എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും മാത്രമാണ്, അവർ കേൾക്കുന്നതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല എന്ന് പറയാം. പക്ഷേ ഞങ്ങൾക്ക് കുറച്ച് രഹസ്യമായിട്ട് സംസാരിക്കണം എന്നുണ്ട്, നിങ്ങൾ പിന്നീട് അത് സംസാരിച്ചോളാം എന്നൊക്കെ പറയുന്നത് കാണിച്ചിട്ടുണ്ട്. ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണേ.